നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് അന്വേഷിച്ചറിയാൻ വേണ്ടി മൂന്നാളുകൾ വന്നു. അവർ റസൂലുള്ളാഹിയുടെ ഇബാദത്തുകൾ കേട്ടറിഞ്ഞു. കേട്ടപ്പോൾ ചില ആളുകൾക്ക് തോന്നി കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇത്രയൊന്നും ചെയ്താൽ പോരാ. അള്ളാഹുവിന്റെ റസൂലിന് തിന്മകളെല്ലാം പുറത്തു നൽകപ്പെട്ടിരിക്കുന്നു, നമ്മളാകട്ടെ പാപികളാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചില പ്രവർത്തനങ്ങൾ വേണം. അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി രാത്രി ഉറങ്ങുകയില്ല, മുഴുവൻ സമയവും നിസ്കാരമാണ്. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി കല്യാണം കഴിക്കുകയില്ല, വിവാഹം കഴിച്ചാൽ കുട്ടികളെ നോക്കണം, ഭാര്യയെ നോക്കണം, പ്രയാസമാണ്, ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കാൻ വേണ്ടി ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പോകുന്നു. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി ഒരു ദിവസവും നോമ്പ് ഉപേക്ഷിക്കുകയില്ല, എല്ലാ ദിവസവും എനിക്ക് ഇനി മുതൽ നോമ്പാണ്. മൂന്നാൾക്കാർ മൂന്ന് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ വാർത്ത പിന്നീടാണ് അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഈ മൂന്നാളുകളെയും തിരിച്ചു വിളിപ്പിക്കുകയാണ്. അവർ വന്നെത്തിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, ഓ നിങ്ങളാണല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവർ പറഞ്ഞു, അതേ നബിയെ, ഞങ്ങളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നി, എന്നാൽ എന്റെ കാര്യം ഞാൻ പറയട്ടെ, ഫഇന്നി ഉസല്ലി അല്ലൈല വഅനാം, ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വഅസൂമു വഅഫ്തിർ, ഞാൻ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും മറ്റു ചില ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. വഅതസവ്വജു നിസാ, ഞാനിതാ സ്ത്രീകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ ഈ ചര്യയോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അല്ലെ, ബിദ്അത്ത് മനസ്സിലാവാൻ ഇതിനേക്കാൾ നല്ല ഹദീസ് വേറെ ഏതാണുള്ളത്? ഇതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ പറയും, ഓ ബിദ്അത്ത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാം. നിങ്ങൾ മൈക്ക ഉപയോഗിക്കുന്നില്ലേ, കാർ ഓടിക്കുന്നില്ലേ, വീട് കോൺക്രീറ്റ് അല്ലേ, ഇതൊക്കെ റസൂൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതൊക്കെ ചങ്ങാതി ദുനിയാവാൻ. മൈക്ക ഉപയോഗിക്കുന്നതിന് പ്രത്യേക പ്രതിഫലം, വീട് കോൺക്രീറ്റ് ആക്കിയാൽ ഇത്ര പുണ്യം, കാർ ഓടിച്ചാൽ ഇന്ന പുണ്യം എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. ഭൗതികമായ കാര്യങ്ങളിലല്ല ബിദ്അത്തുകൾ ഉണ്ടാകുന്നത്. ബിദ്അത്തുകൾ ദീനിന്റെ കാര്യത്തിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒരിക്കൽ ഒരു മസ്ജിദിലേക്ക് കയറി ചെന്നപ്പോൾ കുറച്ചാളുകൾ അതാ അവിടെ കൂടിയിരുന്ന് ഹൽഖ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ പറയുന്നത് ദിക്ർ ഹൽഖ. ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഹദീസിൽ സുനൻ ദാരിമിയിൽ ഉദ്ധരിച്ച ഹദീസിൽ അങ്ങനെ തന്നെയുണ്ട്. കുറച്ചാളുകൾ അതാ ഒരു ഹൽഖ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് ആ കൂട്ടത്തിന് ഓരോ നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാർ തങ്ങളുടെ അനുയായികളോട് പറയുന്നു, ഹല്ലിലൂ മിഅ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾ അവരുടെ കയ്യിൽ ചരൽ കല്ലുകൾ പിടിച്ചിരിക്കുന്നു. ചരൽ കല്ല് വലത്തെ കൈയിലേക്ക് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് വൃദ്ധനായിരുന്നു. കയ്യിൽ അദ്ദേഹത്തിന്റെ ഊന്നുവടിയുണ്ട്. ആ ഊന്നുവടി കൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അടിച്ചോടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഇതാ വടികേടിന്റെ മാർഗം തുറക്കുകയാണോ? റസൂലുള്ളാഹിന്റെ വടിയിൽ നിന്ന് പുറത്ത് പുതിയതുണ്ടാക്കുകയാണോ? അവരെ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ആ മസ്ജിദ് പുറത്താക്കിയത്. അപ്പൊ അവർ ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറയുന്ന പോലെ തന്നെ പറഞ്ഞു. നോക്ക്, അവർ വാക്കും ഇന്നത്തെ കാലത്ത് ആളുകൾ പറയുന്ന ന്യായീകരണവും തമ്മിൽ എന്തു സാമ്യതയാണുള്ളത്. അവർ പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ് മാ അറദ്നാ ഇല്ലൽ ഖൈർ, അല്ല ഇബ്നു മസ്ഊദ്, ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ലേ, ഞങ്ങൾ മോശം ഉദ്ദേശിച്ചതല്ലല്ലോ, നല്ലത് എന്ന് വിചാരിച്ച് ചെയ്തതല്ലേ. അദ്ദേഹം പറഞ്ഞു, ഫകം മിൻ മുരീദിൽ ലിൽ ഖൈരി ലൻ യുസീബഹു, നന്മയാണെന്ന് കരുതിക്കൊണ്ട് എന്തെല്ലാം പ്രവർത്തിക്കുന്ന എത്രയെത്ര ജനങ്ങളുണ്ട്, പക്ഷേ അവർ ഉദ്ദേശിച്ച നന്മ അവർക്ക് ലഭിക്കുന്നില്ല. അല്ലേ, നന്മയാകണമെങ്കിൽ റസൂൽ പഠിപ്പിച്ചതുപോലെ ചെയ്യണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഉറച്ചു നിൽക്കണം. ഞാൻ ചോദിക്കാറുണ്ട്, അല്ല ചങ്ങാതി, റസൂൽ പഠിപ്പിച്ച സുന്നത്തൊക്കെ ചെയ്തിട്ടാണോ നീ ഇപ്പൊ ഈ പുതിയതുണ്ടാക്കിയത്? എല്ലാം ചെയ്ത് ബുഖാരിയിൽ മുസ്ലിമിനും ഇനി ഞാൻ ചെയ്യാനൊരു സുന്നത്ത് പോലും ബാക്കില്ല, എന്നാ കുറച്ച് കൂടുതൽ ചെയ്യാന്ന് പറഞ്ഞിട്ടാണോ? എത്ര സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ ബാക്കിയുണ്ട്. നമ്മൾ അറിയുന്നത് തന്നെ നമുക്ക് ചെയ്യാൻ എത്ര പോലെ ഇനി ബാക്കിയുണ്ട്. രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് പോലും ഉറങ്ങുന്നത് വരെ എത്ര സുന്നത്തുകളുണ്ട്, ആയിരക്കണക്കിന്. ഇതൊന്നും നിനക്ക് പോരാ, നീ ഉണ്ടാക്കിയ പുതിയ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ധിക്കാരം എന്താ?